ഇത്രയും സംഘടനകളെ നമ്മൾ പുറകണ്ട അതേ സംഘടനയായിക്കോട്ടോ. അപ്പോൾ ഇത്രയും സംഘടനകളാണ് തിന്മയ്ക്കെതിരെ നിൽക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇവിടെ സർക്കാരിനോട് ചോദിക്കട്ടെ, മദ്യം കഴിച്ച ആൾക്കാരെ നിങ്ങൾ വിരട്ടി പിടിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എന്തിനാണ് ആ പണിക്ക് നിൽക്കുന്നത് സാർ? രണ്ടാമത് പിന്നെ ആൻസ് വിൽക്കുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിച്ചിട്ട് കഴിക്കുന്നവനെ പിടിക്കുന്ന കാര്യമുണ്ടോ? അതേമാതിരി പ്ലാസ്റ്റിക് നിർമ്മിക്കാനുള്ള ഇത് കമ്പനിക്കുള്ള എല്ലാ ഇതും കൊടുത്തിട്ട് പ്ലാസ്റ്റിക് പിറക്കാനും പ്ലാസ്റ്റിക് അവിടെ ഇടാൻ പാടില്ല എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു നിയമം കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? അപ്പോൾ നിങ്ങൾ തന്നെയാണ് തെമ്മാടിത്തരം ചെയ്യുന്നതും നിങ്ങൾ തന്നെയാണ് തെമ്മാടിത്തരം ചെയ്തവനെ പിടിക്കുന്നതും. ഇന്ന് ഒരു കുടുംബത്തിൽ ഒരുപാട് ആൾക്കാരെ വെട്ടിക്കൊള്ളുന്ന കഥ നമ്മൾ കേട്ടു. അപ്പോൾ ഞാൻ ഇതിനൊന്നും എതിരല്ല. എന്തറിയോ, ഇങ്ങനെ പല ലഹരിക്ക് അഡിക്റ്റായിട്ട് ഇന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്രയും പിന്നെ ലഹരികളാണ് ഓരോരുത്തരും ഉപയോഗിക്കുന്നത്. ആരൊക്കെ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കണമെന്നുള്ള അറിയുന്നില്ല. എല്ലാ സ്ഥലത്തും പല തരത്തിലുള്ള ലഹരികളാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ യൂണിഫോം ഇട്ട് സൈഡിൽ കൂടെ ഇങ്ങനെ റൗണ്ട് വെറുതെ അടിച്ചിട്ട് നടന്നാൽ പോരാ, സൈൻ ചെയ്യാനായിട്ടും വലിയതായിട്ടും. സത്യത്തിൽ ഇങ്ങനത്തെ ആൾക്കാരെ പിടിക്കാനാണ് ശമ്പളം കൊടുക്കുന്നത് എല്ലാവർക്കും, എല്ലാ മേഖലയിലുള്ളവനക്കും. ഇതിൻ്റെ ഹൈ ലെവലിൽ ഇവരെ ഭരിക്കുന്ന ആൾക്കാരും ഓരോ മിനിറ്റും നിങ്ങൾ ഇവരെ ശ്രദ്ധിക്കാനുള്ള പണിയാണ്. അപ്പോൾ മദ്യം അവൻ്റെ വീട്ടിൽ പോയി കഴിക്കട്ടെ. അതേമാതിരി പിന്നെ ലഹരികൾ വിൽക്കുന്നവനെ പൂട്ടണം, അതിന് നടപടി എടുക്കണം. ഗൾഫ് നിയമം കൊണ്ടുവരണം, കൈവെട്ടുന്ന നിയമം. എന്നാൽ മാത്രമേ ഈ തെറ്റുകൾ മാറാൻ ചാൻസ് ഉള്ളൂ. ഇല്ലെങ്കിൽ ഒരിക്കലും മാറൂല. കട്ടവനെ കൈവെട്ടുക, പിന്നെ പ്രകൃതിക്കും മനുഷ്യനുക്കും എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവന് മാപ്പ് കൊടുക്കാൻ ഭക്ഷണം കൊടുക്കരുത് ജയിലിൽ കൊണ്ടിട്ടാൽ. അപ്പോൾ ജയിലിൽ കൊണ്ടിട്ട് ഡബിൾ ഇരട്ടിയായിട്ട് വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഗവൺമെൻറ് ഇത് കാണണം. ഓരോ ചെറുപ്പക്കാരെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓരോ ചെറുപ്പക്കാരും നാളെ ഈ ഭൂമിയിലെ രാജാക്കന്മാരാണ്. ഈ ഭൂമിയിലെ മന്ത്രി, കലക്ടർ, വക്കീൽ, അങ്ങനെ പല ഉദ്യോഗസ്ഥന്മാരാകേണ്ടതാണ്. ഇവരെയൊക്കെ ഇപ്പം തന്നെ ലഹരി കെമിക്കലാകുക. അതേമാതിരി പിന്നെ നിങ്ങൾക്ക് സ്കൂളിൽ എന്തിനാ രാഷ്ട്രീയം? സ്കൂളിൽ രാഷ്ട്രീയം പഠിക്കാനാണോ? പുറത്തന്നെ ഏകദേശം നമ്മളെ പച്ചക്കറിനെക്കാട്ടും കൂടുതൽ രാഷ്ട്രീയമാണ്. അപ്പോൾ അതിലെന്തിനാ രാഷ്ട്രീയം? അതിന് ഇടവും തലവും വേണ്ട, അതിനൊരു നീതി. പിന്നെ അതേമാതിരി സ്കൂളിൽ പിന്നെ എന്താ പറയുക, അതിനെന്താ റാഗിങ് പഠിക്കാൻ പോകുന്നുണ്ടോ? അവൻ റാഗിങ് നടത്താൻ പോകുന്നുണ്ടോ? അവൻ്റെ അച്ഛൻ നല്ല സമയത്ത് നല്ലത് ചിന്തിച്ചിട്ട് അവനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവനക്ക് ആ നല്ല ബുദ്ധി ഉണ്ടാവും. അവൻ ബാഡ് ക്രിമിനലിൻ്റെ ചിന്തകൾ ഉദിച്ചത് കൊണ്ടാണ് ഇവനക്ക് കഞ്ചാവ് വിൽക്കാനും കള്ള് വിൽക്കാനും ഇത് വിൽക്കാനും തോന്നുന്നത്. നല്ല വിത്ത്, ഒരു നല്ല മരത്തിൽ നല്ല വിത്ത് കായ്ക്കും, കെട്ട മരത്തിൽ കെട്ട വിത്ത് കായ്ക്കും എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ മരത്തിലെ വിത്തിനെ മാറ്റാൻ പറ്റില്ല. എന്നാൽ മനുഷ്യനായ വിത്തിനെ കെട്ട വിത്തായാലും അവനെ മാറ്റാൻ കഴിയും. അവൻ സ്വയം മാറുക, ഇല്ലെങ്കിൽ അടിത്തറ മാറ്റുക എന്നാണ് പറയാനുള്ളത്. ഇത് മുഖ്യമന്ത്രി കാണണം, ഇത് പിന്നെ ഈ എന്താ പറയുക, ഹെൽത്ത് മന്ത്രി കാണണം. ഇങ്ങനെ ഇവന്മാരൊക്കെ കാണണം. ഇവന്മാരൊക്കെ മനുഷ്യൻ, ദൈവം നിനക്കൊക്കെ ഒരു സ്ഥാനം തന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ ദുരുപയോഗപ്പെടുത്താൻ വിടരുത്. എവിടെ കൂട്ടുകൂടി നിൽക്കുന്നോ, എവിടെ ആൻസ് വിൽക്കുന്നോ അവനെ നിരത്തി പിടിക്കണം. എവിടെ പ്രകൃതി രൂക്ഷമായി മനുഷ്യൻ്റെ ആരോഗ്യത്തെ ബുദ്ധിമുട്ടിക്കുന്ന എന്തുണ്ടെങ്കിലും അതിനെ പിടിക്കണം. പിന്നെ അതേമാതിരി വേണം നിർബന്ധിച്ച് ചെയ്തിട്ട് പിടിച്ചവനക്ക് ഒരു ആനുകൂല്യങ്ങൾ കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ ഈ തെറ്റുകൾ പിന്നെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത്. ഈ ഗവൺമെൻറ് ഇതിനു വേണ്ടി ഒരു തീരുമാനം എടുക്കണം. ഓരോ കൂട്ടായ്മകളും ഓരോ സ്കൂളിൽ ടീച്ചർമാരും അവരെ അച്ഛനും അമ്മയ്ക്കും നല്ല ബോധവൽക്കരണം കൊടുക്കണം. അതേമാതിരി മുഖ്യമന്ത്രി പ്രത്യേകിച്ച് ഈ കമ്പനികളെ ലോക്ക് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.